മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ വെള്ളാപ്പള്ളി നടേശന് എതിരായ ആദ്യ കുറ്റപത്രത്തിന് അംഗീകാരം. വിജിലൻസ് ഡയറക്ടർ ആണ് അംഗീകാരം നൽകിയത്. ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചു. 2014 വയനാട് യൂണിയന് 10 ലക്ഷം രൂപ നൽകിയതിലെ ക്രമക്കേടിൽ ആണ് കുറ്റപത്രം തയ്യാറായത്. 70 കേസുകളിൽ ആണ് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. മൈക്രോ ഫിനാൻസ് വിഷയത്തിലെ കോടതി വിമർശനം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ നീക്കങ്ങളിലേക്ക് കടക്കുന്നത്. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, കഴിഞ്ഞ ദിവസം ഈ ഉദ്യോഗസ്ഥ തലത്തിൽ പാളിച്ചയുണ്ടാകുന്നു. എന്തുകൊണ്ടാണ് അന്വേഷണത്തിൽ പുരോഗതിയില്ലാത്തത് എന്ന ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നു. കോടതി വലിയ വിമർശനം തന്നെയാണ് ഉന്നയിച്ചത്. അതിന് തൊട്ടു പിന്നാലെ ഇതാ കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വെള്ളാപ്പള്ളി നടേശന് കുരുക്കുമുറുകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അഭിലാഷ്, ഈ കേസിൽ 10 വർഷമായിട്ടും തന്നെ ഒരു അന്വേഷണം എങ്ങും എത്താത്തൊരവസ്ഥയാണ് ഹൈക്കോടതി ചോദ്യം ചെയ്തത്. രൂക്ഷമായ വിമർശനമാണ് ഈ കേസിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് കേൾക്കേണ്ടി വന്നത്. വളരെ പെട്ടെന്ന് ഈ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് നിശ്ചിത സമയത്ത് കുറ്റപത്രം സമർപ്പിക്കണം. ഈ കേസ് അന്വേഷണത്തിൻ്റെ ഗതി നിലവിൽ എവിടെയാണ് എത്തി നിൽക്കുന്നതെന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ നിരവധിയായ ചോദ്യങ്ങളാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. എന്തുകൊണ്ടാണ് ഈ കേസ് ഈ രീതിയിലേക്ക് പോകുന്നതെന്നെല്ലാം തന്നെ ചോദിക്കുകയും ചെയ്തു. അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഇപ്പോൾ കുറ്റപത്രത്തിന് വിജിലൻസ് ഡയറക്ടർ അംഗീകാരം നൽകിയിരിക്കുന്നത്. 70ഓളം കേസുകളിലാണ് ഇത് അന്വേഷണം നടക്കുന്നത്. ഇതിലിപ്പോൾ ആദ്യ കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാനായിട്ട് പോകുന്നത്. 2 കേസുകളുടെ കൂടി അന്വേഷണം പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ കൂടി കുറ്റപത്രത്തിനുള്ള അനുമതിയും അടുത്ത ദിവസം തന്നെ നൽകുമെന്നാണ് ഈ ഹൈക്കോടതി വിമർശനത്തിൻ്റെ എല്ലാം തന്നെ അടിസ്ഥാനത്തിൽ സത്വരമായ നീക്കങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത്. ഈ കേസിന് ആധാരമായി വരുന്നത് ഇതിൽ പിന്നാക്ക ബോർഡിൽ നിന്ന് കുറഞ്ഞ തുകയ്ക്ക് പണം വായ്പ എടുക്കുകയും കൂടിയ പലിശയ്ക്ക് അത് വിതരണം ചെയ്യുകയും ചെയ്തു എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു പരാതി വരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് അന്വേഷണം നടക്കുകയും വിവിധ ഈ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ വിവിധ ശാഖകൾ കേന്ദ്രീകരിച്ചുകൊണ്ടെല്ലാം തന്നെ മുന്നോട്ട് പോക്കുണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ വയനാട് SNDP യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ നടപടികൾ ഉണ്ടായിരിക്കുകയും ചെയ്തത്. 10 ലക്ഷം രൂപ വായ്പ നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനടക്കമുള്ളവർക്കെതിരെ ഇപ്പോൾ ഉള്ള ഒരു നീക്കം നടക്കുകയും ചെയ്തു. നമുക്കറിയാം ഇതിൻ്റെ ഒരു രാഷ്ട്രീയമാനം സംഭവിച്ചു ആയ കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം. കഴിഞ്ഞ 10 വർഷത്തോളം ഈ കേസിലൊരു മെല്ലെപ്പോക്കാണ് ഉണ്ടായത്. അത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും ഇടതുമുന്നണിയുമായും വെള്ളാപ്പള്ളി നടേശൻ പുലർത്തിയ ഒരു അടുപ്പം കൊണ്ടാണെന്നുള്ള രീതിയിലെല്ലാം തന്നെ പരക്കെ ആക്ഷേപമുയർന്ന സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായിരുന്നു. തീർച്ചയായും അവിടെ മറ്റൊരു കാര്യം കൂടി തീർച്ചയായും സൂചിപ്പിക്കുന്ന പോലെ കഴിഞ്ഞ 10 വർഷമായി കേസിൽ ഒരു അനക്കവും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായിരുന്ന VS അച്യുതാനന്ദൻ തന്നെയാണ് ഈ വിഷയം പ്രധാനമായും ഉയർത്തിക്കൊണ്ടുവന്നത് എന്നൊരു പശ്ചാത്തലം കൂടിയുണ്ടല്ലോ ഡാനി. തീർച്ചയായും ആ ഒരു പശ്ചാത്തലം എല്ലാം തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നീട് വന്ന സർക്കാരുകൾ വലിയ രീതിയിലേക്ക് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, അതായത് ഇടത് സർക്കാർ വലിയ രീതിയിലുള്ള ശ്രമങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല എന്നത് തന്നെയാണ് ഗുരുതരമായ ഒരു ആക്ഷേപമായി ഉയരുകയും ചെയ്ത സാഹചര്യം ഉണ്ടാകുന്നത്. ഈ ഘട്ടത്തിൽ തന്നെയാണ് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് ഈ കേസ് പരിഗണനയ്ക്ക് വരുന്നത്. ഹൈക്കോടതി രൂക്ഷമായ ഈ കേസിൽ വിമർശനം ഉന്നയിക്കുകയും ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ തന്നെ മാറ്റേണ്ട സാഹചര്യമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾ ഉണ്ടായിരിക്കുന്നത്. വിജിലൻസ് ഡയറക്ടർ ഇതിനെ കുറ്റപത്രത്തിന് അംഗീകാരം നൽകുന്നത്. ഈ വരും ദിവസം കേസ് പരിഗണിക്കുമ്പോൾ ഇനിയുള്ള 2 കേസുകളുടെ കൂടി, ആകെ 70 കേസുകളുണ്ട്, ഇനി 2 കേസുകളുടെ കൂടി കുറ്റപത്രത്തിന് ഒരു അംഗീകാരം നൽകിയിട്ടുണ്ട്. അതുകൂടി കോടതിക്ക് മുന്നിലേക്ക് എത്തിക്കുവാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. കാരണം കോടതിയിൽ നിന്ന് വലിയ വിമർശനം ഇക്കാര്യത്തിലുണ്ടായി. എന്തുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു അമാന്തം ഈ കാര്യത്തിൽ ഉണ്ടാകുന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പോഴാണ് ഇപ്പോൾ ഈ ഒരു നീക്കം നടന്നിരിക്കുകയും ചെയ്യുന്നത്. കോടതിയിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ സർക്കാർ ഇപ്പോൾ എടുത്തിട്ടുള്ള നടപടികളാണ് കോടതിക്ക് മുന്നിലേക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉയർത്തിക്കൊണ്ടുവരാനുള്ളത്. അപ്പോഴും ഇത്രയും കാലം എന്തുകൊണ്ട് വൈകി എന്നതടക്കമുള്ള കാര്യങ്ങൾ വിമർശന വിധേയമായി തന്നെ തുടരും. അഭിലാഷ്, തീർച്ചയായും സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷനിൽ നിന്ന് സാധാരണക്കാരായ സ്ത്രീകളുടെ പേരിൽ ലോൺ എടുക്കുകയും അങ്ങനെ വലിയ തോതിലുള്ള തട്ടിപ്പ് നടത്തുകയും ചെയ്തു. ഏതാണ്ട് 15 കോടി രൂപയുടെ
തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് ഈ പരാതിയുടെ ഉള്ളടക്കം. 70ഓളം കേസുകളാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വലിയ വിമർശനമാണ് അന്വേഷണത്തെ സംബന്ധിച്ച് ഉയർത്തിയത്. ഇനിയും അന്വേഷണത്തിൽ കൃത്യമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റും എന്നതുൾപ്പെടെയുള്ള വിമർശനം ആണ് ഉന്നയിച്ചത് എന്നൊരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോഴിതാ കുറ്റപത്രം സമർപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന വിവരം പുറത്തുവരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.